ഗൈസ്, നമ്മൾ ബീഫ് കറി വയ്ക്കാൻ പോകണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സവാള, കൊച്ചുള്ളി, അത് കഴിഞ്ഞ് വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, അത് കഴിഞ്ഞ് മസാല കൂട്ടുകളെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കാൻ വെച്ചു. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. അത് എണ്ണ ചൂടായി വന്നു. അങ്ങനെ എണ്ണ ചൂടായി. ആദ്യം വറ്റൽമുളക് ഇട്ടു. അത് കഴിഞ്ഞ് കരിവേപ്പില ഇട്ട്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് കരിവേപ്പിലയൊക്കെ ഇട്ടു ഒന്ന് കിണ്ടി കൊടുത്തു. ഒന്ന് മൂത്ത് വരുമ്പോൾ അതൊന്ന് സവോളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് നല്ല വഴണ്ട് വരുമ്പോൾ അങ്ങനെ അത് വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടി. അത് കഴിഞ്ഞ് മുളക് കൂട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ബീഫ് വേവിച്ച് വയ്ക്കുകയായിരുന്നു. അതെല്ലാം മൂപ്പിച്ചു. കുക്കറിൽ അതെല്ലാം ഉള്ളികളെല്ലാം കൂടി എടുത്തു അതിലിട്ടു. അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി ഒരു 2-3 വിസിലും കൂടി അടുപ്പിച്ചു. ഉപ്പൊക്കെ ഇട്ടു അടച്ചു വെച്ചു. അതവിടെ ഇരുന്ന് വെന്തു. ബീഫ് ശരിയായി. കുക്കറിൽ നിന്ന് മാറ്റി ചീഞ്ചട്ടിയിലെടുത്ത് ഒഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി വറ്റാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി വറ്റാൻ വേണ്ടി ചീഞ്ചട്ടിയിലെടുത്ത് ഒഴിച്ച് അതതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ബീഫ് ശരിയായി. അടുത്തത് മരിച്ചിനിയാണ്. മരിച്ചിനി കഴുകിയെല്ലാം വെച്ചു. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. വിറകൊക്കെ എടുത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചു. അങ്ങനെ മരിച്ചിനി ശരിയായി. അങ്ങനെ മരിച്ചിനി ഇളക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി സൂപ്പർ സ്വാദായിരുന്നു.